ഇന്ന് ഏപ്രിൽ 30, എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. പതിവില്ലാതെ എനിക്ക് മുന്നേ പൊന്നു രാവിലെ എണീറ്റ് വിളിച്ചുണർത്തി കട്ടനും തന്ന് ബർത്ത്ഡേ വിഷ് ചെയ്തു. എനിക്കിതെല്ലാം പുതിയൊരു അനുഭവമാണ്. എന്തായാലും സംഭവം കൊള്ളാം. എന്നിട്ടിപ്പോ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിവ് ചടങ്ങായ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകണം. വീട്ടിലൊട്ടും വയ്യാതിരിക്കുന്ന അമ്മ ഹോസ്പിറ്റലിൽ എത്തിയാൽ ഒരു കുഴപ്പമില്ലാത്ത ആളായി മാറും. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ലെൻസ് കാർഡിലാണ്. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളായിട്ട് എല്ലാ ബർത്ത്ഡേക്കും പൊന്നു ഗിഫ്റ്റ് തരാറുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ഗിഫ്റ്റ് ഇവിടെ നിന്ന് ആയിക്കോട്ടെ എന്ന് കരുതി എന്നെ കൊണ്ടുപോയി പേഷൻകാരനാക്കാൻ നോക്കി. പിന്നെ അങ്ങോട്ട് കഥ അങ്ങ് മാറി. അവിടെ ചെന്ന് ഐ ടെസ്റ്റ് എടുത്തതും ഒരു കണ്ണിന്റെ കാഴ്ചയ്ക്ക് എന്തോ ചെറിയ തകരാറുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ വീണ്ടും ടെസ്റ്റ് ചെയ്തു. ഞാനങ്ങനെ അക്ഷരമാലകളൊക്കെ ചൊല്ലി എങ്ങനെയൊക്കെ അങ്ങ് പാസ്സായി. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴിക്ക് പൊന്നു എനിക്ക് ആ ഗിഫ്റ്റ് ഇങ്ങ് തന്നു. സംഭവം എന്തായാലും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇനി പോകുന്ന വഴിക്ക് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് പറയാം. ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തിയതും സമയം ഉച്ച കഴിയാറായി. രാവിലെ തന്നെ ഫുഡെല്ലാം റെഡി ആയതുകൊണ്ട് വന്ന ഉടനെ തന്നെ ബർത്ത്ഡേ സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ പറ്റി. ഇന്ന് ഞങ്ങളുടെ ഉച്ചത്തെ ഭക്ഷണം നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു. അങ്ങനെ ഇപ്പോഴത്തെ ഉച്ചത്തെ ചൂട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടും വെളിയിൽ പോയിരുന്നു ഫുഡ് കഴിച്ചു. പിന്നെ ഇന്ന് എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഭയങ്കര സ്നേഹമായിരിക്കും. അങ്ങനെ ഉച്ചത്തെ ഫുഡും കഴിച്ച് നേരെ ഞങ്ങൾ പോയത് പൊന്നുവിന്റെ വീട്ടിലേക്കാണ്. പോകുന്ന വഴിക്ക് ഒരു കടയിൽ കയറി ചായയും കുടിച്ച് നേരെ വീട്ടിലേക്ക് എത്തി. അവിടെ ചെന്നപ്പോഴേക്കും ഏതോ ഒരു പേപ്പർ കാണാനില്ലാത്തതിന്റെ ഓട്ടത്തിലായിരുന്നു പൊന്നുവിന്റെ അച്ഛൻ. ഞങ്ങൾ അങ്ങനെ കുറെ നേരം അവിടേക്ക് ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാനും പൊന്നു നേരെ വീട്ടിലേക്ക് തിരിച്ചു. ഇനിയാണ് ഒരു ബർത്ത്ഡേക്കുള്ള മെയിൻ ആയിട്ടുള്ള സംഭവം. ഞങ്ങളെ വീട്ടിലെത്തി കേക്ക് കട്ടിയാൻ ഇറങ്ങിയതും സമയം ഏതാണ്ട് 11:30 മണി കഴിഞ്ഞു. അപ്പോഴേക്കും അച്ഛനും അമ്മയും ഉറക്കമായി. എന്തായാലും ബർത്ത്ഡേക്ക് ഒരു കേക്ക് വാങ്ങണം എന്നുള്ള വാശിയിൽ വരുന്ന വഴിക്ക് പൊന്നു ഒരു കേക്കും വാങ്ങിപ്പിച്ച് വീട്ടിലെത്തി കട്ടിയാനിരുന്നപ്പോ ഞങ്ങൾ രണ്ടും മാത്രം. ചെറിയൊരു ബർത്ത്ഡേ ആഘോഷമായിരുന്നെങ്കിലും ലൈഫിൽ ഒരിക്കലും മറക്കാനാവാത്ത വലിയൊരു സംഭവം കൂടിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ്.